ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഹാജിയാർ പള്ളി എന്ന സ്ഥലത്താണ്, മലപ്പുറത്തിനടുത്തുള്ള. ഹാജിയാർ പള്ളിക്കൽ 40 രൂപയ്ക്ക് കപ്പ ബിരിയാണി കിട്ടുന്ന അഷറഫിക്കാൻ്റെ കടയിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 40 രൂപയ്ക്ക് കപ്പ ബിരിയാണി കിട്ടുന്ന അഷറഫിക്കാൻ്റെ കടയും കാണാം. കടയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അഷറഫിക്കാനോട് ഒന്ന് ചോദിച്ചറിയാം. സുഹൃത്തുക്കളെ, ഇതാണ് 40 രൂപയ്ക്ക് കപ്പ ബിരിയാണി കിട്ടുന്ന അഷറഫിക്കാൻ്റെ കട. ഈ നിൽക്കുന്ന ആളാണ് അഷറഫിക്ക. അഷറഫിക്ക, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ട് പോണേ. അപ്പോൾ അഷറഫിക്ക, ഇവിടെ 40 രൂപയ്ക്ക് കപ്പ ബിരിയാണി കിട്ടും എന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എത്ര നാളായി ഈ കട തുടങ്ങിയിട്ട്? 2 ആഴ്ചയായിട്ട്. അപ്പോൾ അഷറഫിക്ക, ഈ ഇങ്ങനെ ഒരു കട തുടങ്ങുന്നതിന് മുമ്പ് ഇക്ക എന്തായിരുന്നു ചെയ്തിരുന്നേ? കൂലിപ്പണിയായിരുന്നോ? എന്തായിരുന്നു? എല്ലാ പണിയും എടുത്തോ? തേപ്പും പടവൊക്കെ അല്ലേ? ചെറിയൊരു കടയാണ്. ഹാജിയാർ പള്ളിക്കൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കട. ഒരു 8-10 പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പ്, അത്ര മാത്രമാണ് ഈ കടയിലുള്ളത്. പിന്നെ കപ്പ ബിരിയാണി മാത്രമല്ല കേട്ടോ, ഓംപ്ലേറ്റ്, ചായ, കാപ്പി, ചെറുകടികൾ അങ്ങനെയൊക്കെ ഉണ്ട്, കഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എത്ര മണിക്കാണ് തുറക്കുക? രാവിലെ 6 മണിക്ക് തുറക്കും. ഈ 40 രൂപയുടെ കപ്പ ബിരിയാണി എത്ര മണി മുതലാണ് കൊടുക്കുക? 2 മണി മുതൽ. കപ്പ ബിരിയാണി ഇപ്പോൾ റെഡിയാണോ? എവിടെ ഒന്ന് കാണട്ടെ. കപ്പ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കാറാണോ അതോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാണോ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാണേ. 40 രൂപയുടെ കപ്പ ബിരിയാണിയാണ് കേട്ടത്. ഇക്കയുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. ആവശ്യത്തിന് പിന്നെ ആളുകൾ വരുമ്പോൾ ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇത് ഏത് പ്ലേറ്റിനാണ് കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലേറ്റിനാട്ടോ കൊടുക്കുന്നത്. ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കപ്പ ബിരിയാണി കിട്ടും ഇവിടെ വന്നാൽ. അല്ലക്ക, ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ബീഫിന് 300 രൂപയൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ 40 രൂപയ്ക്കൊക്കെ ശരിക്കും കപ്പ ബിരിയാണി ഒക്കെ കൊടുത്താൽ ഇക്കാക്ക് മുതലാവുമോ? മുതലായിട്ടല്ല, നമുക്ക് ഒരു കച്ചവടം വരുമ്പോൾ നല്ല സാധനം കൊടുക്കുക, അത്രേ ഉള്ളൂ. വലിയ പൈസ ഉണ്ടാക്കുന്ന അതിന്റെ ആഗ്രഹം നമുക്കില്ല. ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നില്ല. വരുമ്പോൾ നല്ല സാധനം കൊടുക്കുക, വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കുക. അതിന് കുറച്ചായാലും നല്ല കൊടുക്കുക. കാരണം ഇപ്പോൾ ബീഫിനൊക്കെ 300 രൂപയൊക്കെ ഉണ്ട് വില. അപ്പോൾ ഈ 40 രൂപയ്ക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ മുതലാവും എന്നാണ് ഞാനും പ്രതീക്ഷിച്ചോ. നല്ല ഇറച്ചി എല്ലാം പാടും ഉണ്ടാവും. വലിയ എല്ലാം പാടായിട്ടാണ്. ഒറ്റയ്ക്കല്ല. അപ്പോൾ ചങ്ങായിമാരെ, ഈ കട നിൽക്കുന്ന സ്ഥലം ആരും മറക്കണ്ട. മലപ്പുറത്തിനടുത്തുള്ള ഹാജിയാർ പള്ളിക്കലാണ്. കപ്പ ബിരിയാണിയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആളുകളെ, അതും 40 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വയറ് നിറച്ച് കപ്പ ബിരിയാണി കഴിക്കാട്ടോ. ഇവിടെ വന്നാൽ റോഡ് സൈഡിൽ തന്നെയാണ് ഇക്കാൻ്റെ ഈ കട, പെട്ടെന്ന് തന്നെ കാണും. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടയിൽ കയറുക, ഇക്കാൻ്റെ കടയിൽ നിന്നൊരു കപ്പ ബിരിയാണിയൊക്കെ കഴിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം വെറും 15 ദിവസം മാത്രമായിട്ടുള്ളൂ ഈ കട തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ വേണം ഈ കട ഒന്ന് വിജയിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.